പാക്കോ റബാൻ 1 മില്യൺ നൈറ്റ് എലിക്സർ. ഈ ഒരു പെർഫ്യൂം 2026 പാക്കോ റബാൻ പുറത്തിറക്കിയതിൽ ഏറ്റവും മികച്ച പെർഫ്യൂമായിട്ടാണ് പറയുന്നത്. ആ ഒരു പാക്കോ റബാൻ 1 മില്യൺ സീരീസിൽ ഇപ്പോൾ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം ആണെന്നുള്ള റിവ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയത്. ഈ ഒരു പെർഫ്യൂം പാക്കോ റബാൻ്റെ ആ ഒരു 1 മില്യൺ സീരീസിൽപ്പെട്ട ഒരു പെർഫ്യൂമാണ്. 2026 ഈ ഒരു പെർഫ്യൂം ഇറങ്ങിയത് ഈ വർഷം. ഇതിന്റെ പെർഫ്യൂമർ എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്റ്റഫ് റെയ്നോറും പിന്നെ നമ്മുടെ ക്വിന്റിൻ ബിഷും. ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് പാക്കോ റബാൻ നൈറ്റ് എലിക്സർ ഇറക്കിയത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റീറ്റെയിൽ പാക്കാണ്. ഇതിന്റെ വില വരുന്നത് വിലയും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. MRP എത്രയാണ്? 11.50. നമുക്കൊരു 9,500 10 ആ റേഞ്ചിലാണ് ഇതിന്റെ റേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പം ഞാനിത് പൊട്ടിച്ച് നോക്കി. ഓൾറെഡി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ട്രൈ ചെയ്തു. ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത്. ഇവിടെ പെർഫ്യൂം എലിക്സർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടിൽ. നല്ല രസമുള്ളൊരു ബോട്ടിൽ. ഒരു ബ്ലാക്കും കാരമലും ചേർന്നുള്ള ഒരു കളർ കോമ്പിനേഷൻ. ജ്യൂസ് എനിക്ക് തോന്നുന്നു ബ്രൗൺ ആണെന്ന് തോന്നുന്നു. ഡീക്കൻ ആക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ പാക്കോ റബാൻ്റെ റബാൻ എന്നുള്ള ഒരു ലോഗോ. ഇങ്ങനെയാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ ആംബർ, സ്വീറ്റ്, വാനില, വാം സ്പൈസി, സിനമൺ, സിട്രസ്, ഫ്രൂട്ടി, ബാൽസമിക്, പൗഡറി. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് മാൻഡറിൻ, ബെർഗാമോ, ലെമൺ. മിഡിൽ നോട്ടിൽ മേപ്പിൾ സിറപ്പ്, പിന്നെ സിനമൺ, ലാവൻഡർ. ബേസ് നോട്ടിൽ വാനില, ബെൻസോയിൻ, ലാബ്ഡനം. ഈ പാക്കോ റബാൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും മോശം ഓട്ടോമൈസർ ഉള്ളത് ഈ പാക്കോ റബാൻ്റെ ഈ ഒരു 1 മില്യൺ സീരീസിലാണ്. ഇതൊരു യൂറിനറി ഇൻഫെക്ഷൻ ബാധിച്ച പോലെ എൻ്റെ ഒരു ഓട്ടോമൈസർ കണ്ടില്ല. ഇത് പിന്നെ കുഴപ്പമില്ല. ഓപ്പണിങ് നല്ല അടിപൊളി ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗിൽ വരുന്നത് മാൻഡറിൻ, ഓറഞ്ച്, ബെർഗാമോ, ലെമൺ. ഈ 3 ചേരുമ്പോൾ പുളിപ്പും മധുരവും ചേർന്നൊരു ഓപ്പണിംഗ്. ഓറഞ്ചിൻ്റെ മധുരവും നാരങ്ങയുടെ പുളിപ്പുമാണ് ഓപ്പണിംഗ് വരുന്നത്. ഇതിന് ശേഷം ഈ മണം നേരെ പോകുന്നത് ഈ ഓറഞ്ച് പുളിപ്പ് മാറിയിട്ട് പിന്നെ പോകുന്നത് കാരമലിൻ്റെ നോട്ടിലേക്കാണ് ഇടിച്ചു കയറി ചെല്ലുന്നത്. ഈ മേപ്പിൾ സിറപ്പ് നമുക്കറിയില്ല, മലയാളികൾക്കൊന്നും ഫെമിലിയർ അല്ലാത്തൊരു നോട്ടാണ്. പക്ഷെ അത് കൊടുത്തിരിക്കുന്നത് ഒരു കാരമലിൻ്റെ മണമായിട്ടാണ് മേപ്പിൾ സിറപ്പിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഉരുകി ഒലിച്ച് ഇറങ്ങുന്ന ഒരു കാരമലിൻ്റെ മണം. അത് മനസ്സിൽ കൊണ്ടുവന്നാൽ ആ ഒരു മണം ഒരു സ്വീറ്റ്നസ് ഉണ്ടാവും. നല്ല തിക്കായിരിക്കും. അല്പം കൂടി മധുരമായിരിക്കും. കാരമൽ നല്ല മധുരമാണ്. അപ്പോൾ അതുപോലൊരു മധുരം ഉള്ള ഒരു നോട്ടാണ് മേപ്പിൾ സിറപ്പ്. ഒരു കാരമലിൻ്റെ മണം, പിന്നെ വാനില, ലാവൻഡർ ഒക്കെ ചെറുതായിട്ടേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. പക്ഷെ കൂടുതലും കിട്ടുന്നത് വാനില, പിന്നെ ഈ മേപ്പിൾ സിറപ്പ് എന്ന് പറയുന്ന ഒരു കാരമലിൻ്റെ സ്മെൽ, പിന്നെ സിനമൺ, പട്ടയുടെ മണം. ഇത് 3 ചേരുമ്പോഴുള്ളൊരു മണം. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ പിടികിട്ടിയത്, നമ്മൾ കുറേ ആളുകൾ തന്നെ കുറേ പെർഫ്യൂംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യും അല്ലേ, ഇതിൽ ഏത് വാങ്ങണം. ബക്കറ്റ് ലിസ്റ്റ് കുറേ പെർഫ്യൂംസ് ഉണ്ടാവും. ലിസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് സ്വീറ്റ് പെർഫ്യൂംസിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഒരുപാട് പെർഫ്യൂംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ മസ്റ്റായിട്ട് വാങ്ങണമെന്ന് തോന്നിക്കുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇത് പിന്നെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ട്രൈ ചെയ്യാൻ കരുതി മാറ്റി വെച്ചിട്ട് നമ്മൾ തീർച്ചയായും വാങ്ങേണ്ട കുറേ ലിസ്റ്റിൽ കുറച്ച് പെർഫ്യൂംസ് ഉണ്ടാവുമല്ലോ. അതായത് മസ്റ്റ് ബൈ ആയിട്ടുള്ള പെർഫ്യൂംസ്. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അത്തരം മസ്റ്റ് ബൈ ആയിട്ടുള്ള സ്വീറ്റ് ഗുർമോണ്ട് പെർഫ്യൂംസ് DNA. നമുക്കറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള മാസ് അപ്പീലിംഗ് ആയിട്ടുള്ളത് നമ്മൾ തീർച്ചയായും നമ്മുടെ ലിസ്റ്റിൽ വാങ്ങിയേ പറ്റൂ. വാങ്ങി തീരേണ്ട പെർഫ്യൂംസിൽ ഉള്ള ആ ഒരു DNA എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നോട്ട് പോലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസിന്റെ DNA എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. നമുക്കൊരിക്കലും ഇത് നാളത്തേക്ക് വാങ്ങാം എന്ന് തോന്നിപ്പിക്കില്ല. ഇത് ഉടനെ വാങ്ങണം എന്ന് തോന്നുന്ന ഒരു DNA ആണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുൾ ബോട്ടിൽ വാങ്ങാമെന്ന് തോന്നിക്കും. പ്രത്യേകിച്ച് സ്വീറ്റ്, വാനില, കാരമൽ, ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ് ഒക്കെ തപ്പി നടക്കുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം ഹോളി ഗ്രേയിലാണ്. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഷർട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നന്നായിട്ട് അതിൻ്റെ ഡ്രൈ ഡൗൺ കിട്ടുന്നുണ്ട്. സോ നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ വാനില തന്നെയാണ് ഡ്രൈ ഡൗണിൽ വരുന്നത്. വാനില സാൻഡൽവുഡാണ് നമുക്ക് ഡ്രൈ ഡൗണിൽ കിട്ടുന്നത്. ഞാൻ ഇപ്പം ഷർട്ട് സ്മെൽ ചെയ്യുമ്പോൾ വാനില സാൻഡൽവുഡിൻ്റെ മണം തന്നെയാണ് നമുക്ക് ഡ്രൈ ഡൗണിൽ കിട്ടുന്നത്. കൂടുതലും വരുന്നത് നിങ്ങൾക്ക് ഈ മണം ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്, ഫ്രൂട്ടി, സിട്രസി, ബെർഗാമോ, മധുരവും പുളിപ്പും ചേർന്നുള്ള മണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു റൊമാൻറ്റിക് സൈഡിലേക്ക് ഈ പെർഫ്യൂം മാറും. രാത്രി ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ, രാത്രിയിൽ നല്ല രീതിയിലൊക്കെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിന്നറിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ രാത്രി ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. പ്രത്യേകിച്ച് കൂട്ടുകാരായിട്ട് പോകുന്ന സമയത്ത്, ഗേൾഫ്രണ്ടായിട്ട് പുറത്ത് പോകുന്ന സമയത്ത്, കാറിലൊരു ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് അല്ലൂറിംഗ് ആയിട്ടുള്ള ഒരു മണം. സെലക്റ്റീവാണ്, സെക്സിയാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് 1 മില്യൺ കയ്യിലുണ്ടെങ്കിൽ ഇത് വാങ്ങണമെന്ന് വെച്ചാൽ വാങ്ങാം. ഒരു 1 മില്യൺ ആയിട്ട് യാതൊരു ബന്ധമില്ല ഈ മണത്തിന്. 1 മില്യൺ ഒരു സിനമൺ, റോസ്, സ്വീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതും ഇത്തിരി വ്യത്യാസമുണ്ട്. 1 മില്യനുമായിട്ട് അല്പം വ്യത്യാസമുള്ള മണം തന്നെയാണ്. സിമിലാരിറ്റി അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് ലത്താഫ, ഖംറ, അതുപോലെ തന്നെ ലെമേൽ എലിക്സർ,
1 million Privé, 1 million Elixir, Azaro Forward Banded Absolute, Gentleman Society, Ambre. ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം നമുക്ക് ഇഷ്ടപ്പെടും. അതായത് സ്വീറ്റ്, സെഡക്റ്റീവ്, അട്രാക്റ്റീവ്, അറ്റൻഷൻ ഗ്രാവിംഗ് പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം നന്നായിട്ട് വർക്കൗട്ട് ആവും. സ്വീറ്റ് ആണ്, സെക്സി ആണ്, ഇവിടെ കോംപ്ലിമെന്റ് കിട്ടും. അതിന്റെ കാരണം മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. ഒരു നീഷ് പെർഫ്യൂം പോലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കൗട്ട് ആവുന്ന ടൈപ്പ് അല്ല. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങൾക്ക് കൊള്ളാം, സെറ്റ്, വാങ്ങിയത് വർത്തായി എന്നുള്ളൊരു തോന്നൽ തരുന്ന ഒരു പെർഫ്യൂം. സോ കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂം. നിങ്ങൾക്കിത് സ്വീറ്റ് പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവർ, വാനില, ഗുർമൗണ്ട്, ബട്ടർ സ്കോച്ച്, കാരമൽ, ഇത്തരം മണങ്ങളോട് താല്പര്യമുള്ള സ്വീറ്റ് ആൻഡ് സെക്സി ആയിട്ടുള്ള സെഡക്റ്റീവ് ആയിട്ടുള്ള പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവർ ഇത് വാങ്ങുക. വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ ഇത് ഉപയോഗിക്കാം. ഇത് നൈറ്റ് എലിക്സർ ആണ്, അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. രാത്രിയിലും വൈകുന്നേരവും, മഴയുള്ള സമയത്ത്, പകൽ സമയത്ത് തണുപ്പുണ്ടെങ്കിൽ രാവിലെ ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് ഓഫീസിൽ AC ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ലോങ്ജിവിറ്റി സ്ട്രോങ് ആണ്. 7-8 മണിക്കൂർ ലോങ്ജിവിറ്റി ഉണ്ട്. ആദ്യത്തെ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ്. അപ്പോൾ പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് എത്ര സ്പ്രേ വേണമെങ്കിലും അടിക്കാം, ഒരു കുഴപ്പമില്ല. ഇനൊഫൻസീവ് ആണ്, അടുത്തിരിക്കുന്നവർക്ക് തലവേദനയൊന്നുമില്ല. തീർച്ചയായും കളക്ഷനിൽ വെക്കേണ്ട പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് വാങ്ങുക. എനിക്കിത് യൂണിസെക്സ് ആയിട്ടാണ് തോന്നുന്നത്, അങ്ങനെ വലിയ മാസ്കുലിൻ ആയിട്ട് അങ്ങനെ തോന്നില്ല. രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം. വാനില, ബട്ടർ സ്കോച്ച്, കാരമലിന്റെ മണം ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യാം. ഇപ്പോൾ ലത്താഫ, ഹംറ ഉപയോഗിക്കുന്ന എത്രയോ ലേഡീസ് ഉണ്ട്. അതുപോലെ തന്നെ JPG ലെമേൽ എലിക്സർ ട്രൈ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. അവർക്കൊക്കെ അത് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം കുറെ കൂടി അവർക്ക് ഇഷ്ടപ്പെടും. അതിനേക്കാൾ കുറെ കൂടി വേറബിൾ ആണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറയാം. ലത്താഫ, ഹംറ അല്ലെങ്കിൽ JPG ലെമേൽ എലിക്സർ കുറച്ചും കൂടി ഒരു പിയേഴ്സിംഗ് ആയിട്ടുള്ള നോട്ടാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, കുറെ കൂടി സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം. സ്വീറ്റ് പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ എന്നെ പോലെ വാനില, കാരമൽ, ബട്ടർ സ്കോച്ച്, ഹണി, സ്വീറ്റ്, സിറപ്പി ആയിട്ടുള്ള പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുക. ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്, ലാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള മണമാണ്. കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു DNA ആണ്. രാത്രിയും വൈകുന്നേരങ്ങളും ഉപയോഗിക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഇത് 2 ml ഡീക്കൻ്റ് ആയിട്ട് ഇത് കിട്ടില്ല. കാരണം ഇതിന്റെ സ്പ്രെയർ നമുക്ക് 2 ml വെച്ചിട്ട് ചെയ്യാൻ പാടാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ 5 ml 10 ml ആയിരിക്കും നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. 2026 റിലീസ് ആയതാണ്. കെൻഡ്യൂ ബീഷാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റഫർ റെയ്നാർഡും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് വിജയിച്ചിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം. നല്ലതുപോലെ ഇപ്പോൾ ആൾക്കാർ റിവ്യൂ ചെയ്യുകയും ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതും പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യണമെന്ന്. അവർ എയർപോർട്ടിൽ പോയിട്ട് ട്രൈ ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഈ പെർഫ്യൂം തീർച്ചയായും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി, പെർഫോമൻസും എല്ലാം ഉള്ള ഒരു പെർഫ്യൂം. തീർച്ചയായും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.